പ്രതിഷേധക്കാരുമായുള്ള ചർച്ചയിൽ ഒരു പ്രാഥമിക ധാരണ രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സംബന്ധിച്ച ഉത്തരവ് അത് തിങ്കളാഴ്ച തന്നെ നൽകും എന്ന ധാരണ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അധിക 40 ലക്ഷത്തിന് സർക്കാരിന് ശുപാർശ നൽകും. കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരജോലി എന്നുള്ള ആവശ്യവും അത് സംബന്ധിച്ചും ശുപാർശ കൈമാറും. മക്കളുടെ പഠനത്തിന് സഹായം എന്നിവ വാഗ്ദാനം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ഇടപെടലുണ്ടാകും. അജീഷിൻ്റെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ഇടപെടലുണ്ടാകുമെന്നും ഇപ്പോഴൊരു ധാരണ രൂപപ്പെട്ടതായി മനസ്സിലാക്കുന്നു. വിശദാംശങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, വിവരങ്ങൾ എന്താണ് അഭിജിത്ത്? ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ധാരണ എങ്ങനെയാണ്? അത് പ്രതിഷേധക്കാർ അംഗീകരിക്കുന്നുണ്ടോ? ഹലോ അഭിജിത്ത്, കേൾക്കാമോ അഭിജിത്ത്? വിജിത്ത്, ഇപ്പോഴും ഈ ഒരു പ്രതിഷേധം തുടരുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ ഒരാൾ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാൾ വന്ന് ഈ പ്രതിഷേധക്കാരോടായി പറഞ്ഞത് ചില ആവശ്യങ്ങൾ, തങ്ങൾ ഉന്നയിച്ച ചില ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ കലക്ടർ നേരിട്ടെത്തി ഇക്കാര്യം വിശദീകരിക്കണം എന്നുള്ള കാര്യമാണ് നിലവിൽ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ജോലിയിലടക്കം ഈ കൊല്ലപ്പെട്ട അജിയുടെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നു, 50 ലക്ഷം പൂർണ്ണമായി നൽകാൻ തുടങ്ങിയ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് വളരെ ലഘുവായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനങ്ങളല്ല. അതിന് കൃത്യമായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിനാൽ തന്നെ കലക്ടർ എത്തി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകണമെന്ന കാര്യമാണ് പ്രതിഷേധക്കാർ നിലവിൽ പറയുന്നത്. അത്തരത്തിൽ കലക്ടർ നേരിട്ടെത്തി തങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതുവരെ തങ്ങൾ പ്രതിഷേധം തുടരും എന്ന കാര്യവും ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കലക്ടർ തങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ സബ് കളക്ടർ ഓഫീസിന് മുൻവശത്ത് അരങ്ങേറുന്നത്. ആ രീതിയിൽ തങ്ങളുടെ രോഷപ്രകടനം അത്തരത്തിൽ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുകയാണ് ഈ നാട്ടുകാർ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നു എന്ന കാര്യം ഈ കൊല്ലപ്പെട്ട അജിയുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ വന്ന് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കുക വയ്യൂ. അതുതന്നെയാണ് ഈ പ്രതിഷേധക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. കലക്ടർ എത്തി ഇക്കാര്യം രേഖാമൂലം തങ്ങളെ അറിയിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന കാര്യം കൂടി പ്രതിഷേധക്കാർ പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപരിഹാരം തന്നെയാണ്. ഒപ്പം ഈ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകന് നൽകിയ ജോലി അതിപ്പോഴും താൽക്കാലിക ജോലിയായി തുടരുകയാണ്. അതിനാൽ ഈ താൽക്കാലിക ജോലി എന്ന പേര് പറഞ്ഞുകൊണ്ട് തങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന കാര്യമാണ് നിലവിൽ ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളിൽ ഒരാൾക്ക് ഒരു സ്ഥിരം ജോലി നൽകുക, ആ ആവശ്യത്തിൽ നിന്ന് തങ്ങൾ പുറകോട്ടില്ല എന്ന കാര്യം തന്നെ അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ആ തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പുറകോട്ടില്ല, ഒരു അനുവിധ പോലും പുറകോട്ടില്ല എന്ന കാര്യം കൂടി ഈ പ്രതിഷേധക്കാർ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവർ മുന്നോട്ട് കൊണ്ടുവരുന്ന ഇവർ തുടർന്നു വരുന്ന പ്രതിഷേധമാണ്. ഒരു ദാഹിച്ച ജലം പോലും കുടിക്കാതെ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ മരണം, ആ മരണത്തിന് ഉത്തരവാദികളായവരാര് എന്ന ചോദ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വനം വകുപ്പിനെതിരെ നിശിതമായ രീതിയിലുള്ള വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. ജനപ്രതിനിധികൾക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മറ്റ് അഭിജിത്ത്, ഒരു നിമിഷം. അഭിജിത്ത്, തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാൻ തോന്നുന്നു.
പ്രതിഷേധക്കാരുമായുള്ള ചർച്ചയിൽ പ്രാഥമികമായ ധാരണ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമൊക്കെ വരേണ്ടതുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അല്പം കൂടി ലഭ്യമാവേണ്ടതുണ്ട്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച നൽകും എന്നുള്ള ഉറപ്പ് ഇപ്പോൾ ചർച്ചയിൽ രൂപപ്പെട്ടതായി മനസ്സിലാക്കുന്നു. അധിക 40 ലക്ഷത്തിന് സർക്കാരിന് ശുപാർശ നൽകും. അതുപോലെ കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരജോലി, മക്കളുടെ പഠനത്തിന് സഹായം എന്നിവ വാഗ്ദാനമായി ഉയർന്നിട്ടുണ്ട്. അത് പ്രതിഷേധക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത അല്പം കൂടി വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, പ്രതിഷേധക്കാർ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാർ അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുന്നുണ്ടോ സജോ? റിജിത്ത്, ചർച്ച അവസാനിപ്പിച്ചിട്ടുണ്ട്. ചർച്ചയിൽ ബന്ധുക്കൾ ഏതായാലും ഈ മിനിറ്റ്സിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഈ ധാരണ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇക്കാര്യത്തിൽ രേഖാമൂലം അത് കളക്ടർ കൈമാറണമെന്ന് പ്രതിഷേധക്കാർ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്നത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അതിൻ്റെ ഉത്തരവ് തിങ്കളാഴ്ച പുറത്തിറക്കും. അതായത് തിങ്കളാഴ്ച അത് കൈമാറും. കുടുംബത്തിൽ ഒരാൾക്ക് ഇപ്പോൾ താൽക്കാലിക ജോലി നൽകും, സ്ഥിര ജോലിക്ക് ശുപാർശ നൽകും, മക്കളുടെ പഠനത്തിന് സഹായം നൽകും. ഒപ്പം കടങ്ങൾ, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടി ഉണ്ടാകും. ഒപ്പം ആദ്യം 10 ലക്ഷമാണ്. അതിൽ അവശേഷിക്കുന്ന, അതായത് ഇതിനകം തന്നെ നാട്ടുകാരും സമരക്കാരും ബന്ധുക്കളും ഒക്കെ ഉന്നയിച്ച ആവശ്യം 50 ലക്ഷം എന്നുള്ളതാണ്. അതിൽ 40 ലക്ഷത്തിനുള്ള ശുപാർശ, 40 ലക്ഷം കൂടി അനുവദിക്കാനുള്ള ശുപാർശ കളക്ടർ സർക്കാരിന് നൽകും. ആ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന മന്ത്രിസഭയാണ്. മന്ത്രിസഭ അടുത്ത ക്യാബിനറ്റിൽ പരിഗണിക്കും വിധമുള്ള ശുപാർശ ഇവിടെ നിന്ന് കളക്ടർ നൽകും. ഇതാണ് തീരുമാനം എടുത്ത് അതിൽ ഈ ചർച്ചയുടെ തീരുമാനം എന്ന നിലയ്ക്ക് മിനിറ്റ്സിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ ഒപ്പിട്ട് നൽകിയത്. കളക്ടറും ഈ ഉറപ്പ്, ഈ രേഖയിൽ കളക്ടറും ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പം ബന്ധുക്കൾ എന്ന നിലയ്ക്ക് അവരുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും, അതായത് 2 MLA മാർ ഇവിടെ ഉണ്ടായിരുന്നു, 2 MLA മാരും ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഈ യോഗത്തിന്റെ തീരുമാനം ഒരു ഔദ്യോഗിക തീരുമാനമായി അത് സർക്കാരിന് കൈമാറും എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് രേഖാമൂലമുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബന്ധുക്കൾ, ചർച്ചയ്ക്ക് ഉണ്ടായിരുന്ന ആളുകൾ ആ സമവായത്തിന് വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും പുറത്ത് വലിയ ജനസഞ്ചയമുണ്ട്. അവർക്ക് ആ തീരുമാനം എന്തൊക്കെയാണ് എന്ന് വ്യക്തത കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം അവർക്ക് കൂടുതൽ പ്രതിഷേധമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പലപ്പോഴും ഇത്തരം ഉറപ്പുകൾ, വാഗ്ദാനങ്ങളൊക്കെ പലപ്പോഴും വെറും വാഗ്ദാനങ്ങളോ ജലരേഖയോ ആയി മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ആ രേഖയുടെ കോപ്പി വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ 2 MLA മാരടക്കമുള്ള ജനപ്രതിനിധികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ കളക്ടർ അടക്കമെടുത്ത ഒരു തീരുമാനം എന്ന നിലയ്ക്ക് എല്ലാ കക്ഷികളും, അതായത് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ കക്ഷികളും ഒപ്പിട്ട ഒരു ഡോക്യുമെന്റായി ഈ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതിനേതായാലും ചർച്ചയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വഴങ്ങിയിട്ടുണ്ട്, ബന്ധുക്കൾ വഴങ്ങിയിട്ടുണ്ട്, ആ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. അതായത് കളക്ടർക്ക് എന്തായാലും ഇപ്പോൾ ഈ 10 ലക്ഷം രൂപയുടെ തീരുമാനം മാത്രമേ തിങ്കളാഴ്ച നൽകാമെന്ന ഉറപ്പ് മാത്രമേ നിയമപരമായി നൽകാൻ കഴിയുകയുള്ളൂ. അവശേഷിക്കുന്ന തുക എന്നത് മന്ത്രിസഭാ തീരുമാനമാണ്. അതൊരു ശുപാർശയായി കളക്ടറുടെ കയ്യിൽ നിന്ന് പോകും. പിന്നീട് മന്ത്രിസഭ അത് പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കളക്ടർ ആ തീരുമാനം ഏതായാലും ഔദ്യോഗികമായി വിശദീകരിക്കുമോ എന്നത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കളക്ടർ ഇവിടെ ഉണ്ട്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കളക്ടർ ഇപ്പോഴും ഉണ്ട്. കളക്ടർ ഈ കാര്യങ്ങൾ ഔദ്യോഗികമായി വിശദീകരിക്കുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണാം. പക്ഷേ ഇപ്പോഴത്തെ തീരുമാനം ഇതാണ്. ഈ തീരുമാനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ട അജിയുടെ ബന്ധുക്കൾ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പം മറ്റുള്ള ആളുകളും, അവിടെ ഉണ്ടായിരുന്ന ആളുകളും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ ധാരണയുണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ കൂടി വ്യക്തതയൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ഇക്കാര്യത്തിൽ പ്രതിഷേധക്കാരുമായുള്ള ചർച്ചയിൽ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അത് തിങ്കളാഴ്ച നൽകും. അധിക 40 ലക്ഷത്തിന് സർക്കാരിന് ശുപാർശ നൽകും. കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരജോലി, മക്കളുടെ പഠനത്തിന് സഹായം എന്നിവ വാഗ്ദാനം. ഈ ധാരണയിൽ കുടുംബാംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. MLA മാരടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എന്തായാലും ആ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു. അതിൽ കുടുംബാംഗങ്ങളും ഒപ്പുവെച്ചിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.